ഇന്നത്തെ കാലത്ത് വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരളത്തില് വലതുപക്ഷ ആശയം വല്ലാതെ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്ന കാലമാണ്. കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സിനെ ദുർബലപ്പെടുത്താനും വലതുപക്ഷത്തിന് ആശയപരമായി മേൽക്കൈ നേടാനുമുള്ള സംഘടിത ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിന് വിവിധ വഴികൾ സ്വീകരിക്കുന്നുണ്ട്. ഒരു പ്രത്യേകതയുള്ളത് ഇക്കാര്യത്തിൽ എല്ലാ വലതുപക്ഷ ശക്തികളും ഒരേ മനസ്സോടെ ഒന്നിച്ചെഴുന്നേൽക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് വേണ്ടത് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തലാണ്. ഇത് വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ മാത്രമല്ല ചെയ്യുന്നത്. വലതുപക്ഷത്തെ സഹായിക്കാൻ മറ്റു പല ശക്തികളുമുണ്ട്. ഒരു പഴയ കാര്യം നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. കേരളത്തില് 1957 രാജ്യത്താകെ കോൺഗ്രസ് നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരണം, രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം. അപ്പോഴാണ് 1956 ഇന്നത്തെ കേരളം രൂപം കൊള്ളുന്നത്. തൊട്ടു പിന്നാലെ 1957 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ജനങ്ങൾ അധികാരത്തിലെത്തിയത്. EMS നേതൃത്വമുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. കേരളത്തില് EMS നേതൃത്വമുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അന്നത്തെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് എന്താണ് ഭീഷണി? ഇന്ത്യ രാജ്യത്തെ ഒരു മൂലക്കുള്ള ചെറിയൊരു സംസ്ഥാനത്തിൻ്റെ ഭരണം പാർലമെന്ററി ജനാധിപത്യത്തിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നു. രാജ്യം കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെന്റാണ് ഭരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന്റെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ ഒരു സംസ്ഥാനത്ത് ഗവൺമെന്റ് പ്രവർത്തിക്കാൻ കഴിയൂ. ഒരു പ്രത്യേക ആപത്തും അമേരിക്കൻ സാമ്രാജ്യത്തിന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിൽ വരെ ഉണ്ടാക്കുന്നില്ല. പക്ഷേ അങ്ങനെയല്ല അവരെടുത്തത്. ഇപ്പോ തെളിയിക്കപ്പെട്ട കാര്യമാണ്, ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ സമരത്തിന്, അത് സംഘടിപ്പിക്കുന്നതിന്, അത് ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായത്ര പണം അമേരിക്കയുടെ ചാരസംഘടനയായ CIA നൽകിയെന്നത്. CIA വെറുതെ ദാനം ചെയ്യുന്നതല്ല, അമേരിക്കയുടെ രാഷ്ട്രീയമായ ഇടപെടലിന്റെ ഭാഗമായി ചെയ്തതാണ്. അത് ഒരു ചെറിയ മൂലയിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ഇരുന്നുകൂടാ എന്ന ചിന്തയുടെ ഭാഗമാണ്. ആ സഹായം മുഴുവൻ അന്നത്തെ കേരളത്തിലെ വലതുപക്ഷത്തിനാണ് ലഭിച്ചത്. വലതുപക്ഷത്തിന് എക്കാലവും വലിയ തോതിലുള്ള
സഹായം, ഇത്തരത്തിൽ വ്യത്യസ്ത ശക്തികളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇത് അന്നത്തോടുകൂടി അവസാനിച്ചു നമ്മൾ കാണണ്ട. ഇപ്പോഴും അടുത്തുപോയി. ഇപ്പോഴും ആ നില തുറന്നു വരികയാണ്. ഇവിടെ വലതുപക്ഷ ശക്തികൾ എല്ലാ കാലത്തും വലതുപക്ഷ മാധ്യമങ്ങളെ വലിയ തോതിൽ ഉപയോഗിക്കാറുണ്ട്. കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ സെറ്റ് ചെയ്ത് വിടുന്ന അജണ്ടയുണ്ട്. എല്ലാം വലതുപക്ഷ ആശയങ്ങൾ കുത്തിനിറച്ചുള്ളതാണ്, ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ മനസ്സിനെ അടക്കം സ്വാധീനിക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് അവർ നടത്തുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ വലതുപക്ഷ മാധ്യമങ്ങൾ സെറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച അജണ്ടകൾക്ക് പിന്നാലെ പോകാതെ ഒരു യുവജന സംഘടനയുടെ ആരോഗ്യകരമായ ചർച്ചകൾ നടക്കുന്നതാണ് DYFI സമ്മേളനത്തിൽ കണ്ടത് എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് എല്ലാ തരത്തിലും അഭിമാനകരമായ കാര്യമാണ്. രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെ അവയെ നേരിടണമെന്നത് ഏത് തരത്തിൽ യുവജന സംഘടന എന്ന നിലക്ക് DYFI മുന്നോട്ട് പോകണമെന്നുള്ളത്, ആ കാര്യത്തിൽ സംഘടനയുടെ പ്രവർത്തനത്തിൽ ഉണ്ടായ നേട്ടങ്ങൾ, കോട്ടങ്ങൾ എല്ലാം സമഗ്രമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന രീതിയിലാണ് ചർച്ചകൾ ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് എല്ലാ രീതിയിലും അഭിനന്ദനാർഹമായ ഒരു നിലപാടാണ് സമ്മേളനത്തിൽ പൊതുവെ ഉണ്ടായത് എന്ന് പറയാൻ ഇടവന്നത്. ഇന്നത്തെ കാലഘട്ടത്തിനത് ആവശ്യമാണ്. വലതുപക്ഷത്തിൻ്റെ അജണ്ട, പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു വിടുന്ന അജണ്ട കൃത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനും ഇടതുപക്ഷത്തിന് കഴിയേണ്ടതുണ്ട്. അത് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ സമ്മേളന ചർച്ചയുടെ പ്രത്യേകത. വളരെ പ്രത്യേകതയുള്ള ഒരു കാലത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. ഞാൻ ഈ ഘട്ടത്തിൽ വളരെ വിശദമായി കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം DYFIയുടെ വിവിധ നേതാക്കൾ ഇവിടെ സംസാരിക്കാനുണ്ട്. അവരുടെ സംസാരത്തിന് ഇന്ന് കൂടുതൽ സമയം കൊടുക്കുന്നതാണ് നന്നാവുക. എങ്കിലും നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് എങ്ങനെയൊക്കെ രാജ്യത്തെ ബാധിക്കുന്നു അത് നാം പരിശോധിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ പരിഹാസ്യമാക്കിയിരിക്കുക. ഇതിൻ്റെ ഭാഗമായി അപമാനിതരാകുന്നത് നമ്മളാണ്, ഇന്ത്യയിലെ ജനങ്ങളാണ്.
ഇന്ത്യ എന്ന ഈ രാഷ്ട്രം ദീർഘകാലം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിൽ കഴിഞ്ഞ രാഷ്ട്രമാണ്. ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാട്ടം നടത്തിയാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. സാമ്രാജ്യത്വ വിരുദ്ധ സമരമാണ് ഇന്ത്യയിലാകെ നടന്നത്. അതിൻ്റെ ഉൽപ്പന്നമായ ഇന്ത്യയിലെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടിയും നിലപാടും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടായിരുന്നു. ചേരിചേരാ നയമാണ് നമ്മൾ അംഗീകരിച്ചതെങ്കിലും ആ ചേരിചേരാ നയത്തിൻ്റെ സത്ത സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. ആ ഘട്ടത്തിൽ ഇന്ത്യയുടെ ശബ്ദം ലോകമാകെ ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് മൂന്നാം ലോക രാഷ്ട്രങ്ങൾ, പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങൾ, അവരെല്ലാം സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ഇന്ത്യയുടെ ശബ്ദം നല്ലതുപോലെ സ്വീകരിക്കുന്നിടയുണ്ടായി. എന്നാൽ ആ നിലയിൽ പിന്നീട് മാറ്റം വന്നു. ആ കാലത്ത് നാം പാലസ്തീനോടൊപ്പമായിരുന്നു. ദീർഘകാലം പാലസ്തീനെ അംഗീകരിച്ചുകൊണ്ടാണ് നാം നീങ്ങിയത്. ഇവിടെ ആ നയത്തിൽ കോൺഗ്രസ് തന്നെ മാറ്റം വരുത്തി. ഇസ്രയേലിനോട് ഒരു ബന്ധവുമില്ലാത്ത ഒരു രാഷ്ട്രമായിരുന്നു നമ്മുടെ രാഷ്ട്രം. അത് ബന്ധപ്പെടാമെന്ന നിലയിലേക്ക് കോൺഗ്രസ് തന്നെ എത്തുന്ന അവസ്ഥ വന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ തുടർച്ചയായി BJP അധികാരത്തിൽ വന്നപ്പോൾ ഈ നയം കൂടുതൽ തീവ്രമായി നടപ്പാക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇറാന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ എല്ലാ ആക്രമണത്തിനും അമേരിക്കയോടൊപ്പം നിൽക്കുകയും ആക്രമണത്തിൽ പങ്കാളികളാകുകയും അതിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുകയൊക്കെ ചെയ്ത നേറ്റോ രാഷ്ട്രങ്ങളിൽ ചിലത് അമേരിക്കക്കെതിരെ സമീപനം സ്വീകരിച്ചു. അമേരിക്കയോട് പറഞ്ഞു, നിങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ഞങ്ങളുടെ മണ്ണിൽ ഇറങ്ങാൻ പാടില്ല. ഇത് നേറ്റോ രാഷ്ട്രങ്ങളാണ്. അമേരിക്കയിൽ തന്നെ അമേരിക്കയുടെ നിലപാടിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നു. പക്ഷേ നാം കാണേണ്ടത് നമ്മുടെ രാജ്യം അമേരിക്കയുടെ നിലപാടിനോടൊപ്പമാണ് നിന്നത്. പൂർണ്ണമായി അമേരിക്കൻ നിലപാടിനോടൊപ്പം. ഈ നിലപാട് എങ്ങനെയാണ് വന്നത്? ഇവിടെയും കോൺഗ്രസിന്റെ സംഭാവന നാം ഓർക്കണം. ഒന്നാം UPA ഗവൺമെന്റ് കാലം ആണവക്കരാർ ഒപ്പിടലുമായി ബന്ധപ്പെട്ട പ്രശ്നം. ആ ഘട്ടത്തിൽ ഇടതുപക്ഷം അത്തരമൊരു കരാർ ഒപ്പിടാൻ പാടില്ല, അത് രാജ്യത്തെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി മാറ്റുകയാണ് ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിൻവാങ്ങണം, ഒപ്പിടില്ല എന്നുറപ്പ് നൽകുന്നു. ആ ഉറപ്പ് നൽകിയ പ്രധാനമന്ത്രി തന്നെ പിന്നീട് ലംഘിക്കുന്നു. പിറ്റേ ദിവസം ഒപ്പിടുന്നു. ഓർമ്മയില്ലേ നമുക്ക് ഒന്നാം UPA ഗവൺമെന്റ് കാലത്ത് സംഭവിച്ചത്? അതിൻ്റെ വിപുലീകൃത രൂപം ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് നടപ്പാക്കുന്നു. എല്ലാ അർത്ഥത്തിലും അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയായി മാറിയിരിക്കുന്നു. ഇസ്രയേലിനെ അംഗീകരിക്കാതിരുന്ന ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഗാസയിൽ ആളുകളെ കൊലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ഇസ്രയേൽ മാറുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി തന്നെ പരസ്യമായി പറയുന്നു, ഞങ്ങളുടെ പിന്തുണയിൽ ഇന്ത്യ എന്ന മഹാരാജ്യമുണ്ട് എന്ന്. ഞങ്ങൾ ലോകത്ത് ഒറ്റപ്പെട്ടവരല്ല, വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് ലോകരംഗത്ത് ലഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയാണ്.
എന്താണ് കാര്യം? ഇസ്രയേലിലെ സിയോണിസ്റ്റുകളും ഇവിടുത്തെ RSSഉം ഇരട്ടപ്പറ്റ സഹോദരങ്ങളാണ്. അപ്പോൾ ഒരു പുതിയ അച്ചുതണ്ട് രൂപം കൊള്ളുന്നു. അമേരിക്കയും ഇസ്രയേലും ഇന്ത്യയും കൂടിയുള്ള ഒരു അച്ചുതണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എവിടത്തേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങുന്നത്? എത്രമാത്രം അപമാനകരമായ അവസ്ഥയാണിത്. രാജ്യത്താകെ ഇതിനെതിരെയുള്ള പ്രതികരണങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രതികരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വരേണ്ട പ്രതികരണം ഒരു സംശയവുമില്ല രാജ്യത്തെ യുവതയിൽ നിന്നാണ്. യുവത എല്ലാ കാലത്തും സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം സ്വീകരിച്ചതാണ്. ഈ ഘട്ടത്തിൽ അതീവ പ്രാധാന്യത്തോടെ ആ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് എന്നതാണ് നാം കാണേണ്ടത്. അതോടൊപ്പം രാജ്യത്തിൻ്റെ പൊതുവായ ചിത്രം, നമ്മുടെ രാജ്യം ഓരോ ദിനം കഴിയും തോറും പുറകോട്ട് പോവുകയാണ്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷത വലിയ തോതിൽ ദുർബലപ്പെടുന്നു. രാജ്യത്ത് ജനങ്ങളെ ചേരിതിരിക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത്. വർഗീയമായി ചേരിതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. വർഗീയ സംഘർഷങ്ങൾ, വർഗീയ കലാപങ്ങൾ നമ്മുടെ രാജ്യത്ത് പലതരത്തിൽ നടക്കുന്നു. എല്ലാറ്റിൻ്റെയും നേതൃത്വം സംഘപരിവാറിനാണ്. സംഘപരിവാർ വർഗീയ കലാപങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഗുണഫലം അനുഭവിക്കുകയാണ്. അപ്പോൾ RSSനോ BJPക്കോ ഒരു കലാപം നടന്നാൽ ആ കലാപത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു എന്ന ചിന്തയില്ല. കാരണം അവർക്ക് ശക്തി കൂടുന്നു എന്നാണ് അവരുടെ വിലയിരുത്തൽ. ഇവിടെ വംശഹത്യക്ക് സമാനമായ സംഭവങ്ങൾ നടന്ന ഇടങ്ങളുണ്ട്. അവിടങ്ങളിൽ ഒരു മറയുമില്ലാതെ BJP വീണ്ടും അത്തരം നടപടികളിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവരുടെ അജണ്ടക്ക് ഒന്നിനും മാറ്റമുണ്ടാകുന്നില്ല. എത്രമാത്രം ക്രൂരമായ സംഭവങ്ങളാണ് രാജ്യത്ത് പലയിടങ്ങളിലും ഉണ്ടായത്. രാജ്യത്തുള്ള മറ്റുള്ളവരെല്ലാം അതിൽ ദുഃഖിക്കുകയും വേദനിക്കുകയും വലിയ തോതിൽ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ നടപടികൾ ആവർത്തിക്കാനുള്ള രീതിയാണ് സംഘപരിവാർ സ്വീകരിക്കുന്നത്. ഇതാണ് സംഘപരിവാറിന്റെ നില. അവര് എവിടം വരെ എത്തിയത്? ജനങ്ങളെ പൗരത്വം മതാടിസ്ഥാനത്തിൽ ആക്കുന്നിടത്തേക്ക് എത്തി. ഓർമ്മയില്ലേ പൗരത്വ നിയമ ഭേദഗതിയുടെ പ്രശ്നം? ഇപ്പോ വലിയ തോതിലുള്ള തീവ്രമായ വോട്ടർ പട്ടിക പരിഷ്കരണം വന്നു. എന്താ അതിൻ്റെ ഭാഗമായി സംഭവിച്ചത്? ലക്ഷക്കണക്കിന് ആളുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായി പോയത്. ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായി പോയാൽ അവരാകെ വീണ്ടും വോട്ടർ പട്ടികയിൽ അംഗമായിട്ട് വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ധാരാളം പേർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതിരിക്കുന്നു. അതാണ് BJP ആഗ്രഹിക്കുന്ന കാര്യം. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. പ്രത്യേക മതവിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. എല്ലാം തങ്ങളുടെ അജണ്ടക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കുക എന്ന നിലയാണ് വരുന്നത്. വർഗീയമായി കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വർഗീയതയ്ക്കെതിരെയുള്ള വലിയ നീക്കം രാജ്യത്തുണ്ടാകേണ്ടതുണ്ട്. മതനിരപേക്ഷത ശക്തമായി നിലനിർത്തണമെങ്കിൽ ഒരു സംശയമില്ല, വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. അതിൻ്റെ ഭാഗമായി തന്നെ വലിയ തോതിലുള്ള മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട്. അതിലും ഏറ്റവും നല്ല രീതിയിൽ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്തിലെ യുവതക്ക് തന്നെയാണ്. ഇവിടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി, രാജ്യം അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയിലാണ്. ഒരു ഭാഗത്ത് ദാരിദ്ര്യം പെരുകുന്നു. ഇവിടെ തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തൊഴിലില്ലായ്മ വർദ്ധിക്കുമ്പോൾ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൊഴിൽ നേടാനുള്ള വിദ്യാഭ്യാസം
രാജ്യത്താകെ ഒരേ രീതിയിലാണെന്ന് കാണണ്ട. പലയിടത്തും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു. പൊതുവിദ്യാഭ്യാസം വലിയ തോതിൽ നിഷേധിക്കപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങൾ അടഞ്ഞു പോകുന്നു. പരിതാപകരമായ പൊതുവിദ്യാലയങ്ങളാണ് കേരളം വിട്ടാൽ കാണാൻ നമുക്ക് സാധിക്കുക. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ കണ്ട് രാജ്യത്താകെ അങ്ങനെയാണെന്ന് ധരിക്കരുത്. വലിയ തോതിൽ പരിതാപകരമായ അവസ്ഥ നിലനിൽക്കുന്നു. പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നടത്താൻ പറ്റാത്ത സാഹചര്യമുണ്ടായിരിക്കുന്നു. അപ്പോൾ വിദ്യ അഭ്യസിക്കാത്ത കുട്ടികളുടെ എണ്ണം പെരുകുന്നു. യഥാർത്ഥത്തിൽ ആ കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന വിധം പഠിച്ചുയരാൻ കഴിയുന്നില്ല. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു വലിയ വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടിയ വിദ്യാർത്ഥികളോ അവർക്ക് യോഗ്യമായ തൊഴിൽ രാജ്യത്ത് ലഭ്യമാകുന്നില്ല. അത് മറ്റൊരു ഭാഗം. വലിയ തോതിലുള്ള തൊഴിലില്ലായ്മ നിലനിൽക്കുന്നു. ഇതോടൊപ്പം നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ അവകാശങ്ങൾ പൂർണ്ണമായി ഹനിക്കുന്ന നിലയുണ്ടാകുന്നു. ഇന്ത്യ ഗവൺമെന്റ് ലേബർ കോഡ് പാസാക്കി. ലേബർ കോഡിനെതിരെ കേരളമാണ് ശക്തമായ നിലപാടെടുത്തത്. ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനം മാത്രമാണ് ആ ലേബർ കോഡ് ഇവിടെ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ചെടുത്ത് മാത്രം ഒതുങ്ങിയൊന്നുമില്ല. എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് പരിശോധിക്കാൻ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജസ്റ്റിസിനെ വെച്ചുകൊണ്ട് പഠനം നടത്തി. അദ്ദേഹത്തിന്റെ പഠന റിപ്പോർട്ട് ലഭിച്ചു. ആ പഠന റിപ്പോർട്ട് LDF സർക്കാർ കഴിഞ്ഞില്ല. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെട്ടു. ഇപ്പോ UDF സർക്കാരിന്റെ കയ്യിലാണുള്ളത്. നാം കാണേണ്ടത് രാജ്യത്ത് നമ്മുടെ സംസ്ഥാനം മാത്രമാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചിരുന്നത്. ആ നിലപാട് UDF ഗവൺമെന്റ് തുടരുമെന്ന് പ്രതീക്ഷിക്കാൻ ഒരു നിവൃത്തിയില്ല. കാരണം എന്തൊക്കെയാണോ RSSന്റെ അജണ്ട, ഏതൊക്കെയാണോ BJPയുടെ അജണ്ട, ഏതൊക്കെയാണോ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കാനാണ് ഇവിടെ UDF ഗവൺമെന്റ് സന്നദ്ധമായിട്ടുള്ളത്. അതിന്റെ ഭാഗമായി സ്വകാര്യവൽക്കരണം നടക്കുന്നു. വ്യാപകമായ സ്വകാര്യവൽക്കരണം നടക്കാൻ പോകുന്നു. അത് നയപ്രഖ്യാപനത്തിലും പിന്നീട് വന്ന അവർ പ്രഖ്യാപിച്ച ധവളപത്രത്തിലും അതിൻ്റെ തുടർച്ചയായി ബജറ്റിലുമെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ അതാണെന്ന് നമ്മൾ കാണുന്നു. ഇവിടെ രാജ്യവ്യാപകമായി ഇതിനെതിരെ പ്രതിഷേധമുയരുകയാണ്. അപ്പോഴാണ് അതീവ നിർഭാഗ്യകരമായ ഒരു വിധി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒന്നാണത്. ആ വിധി അനുസരിച്ച് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇനി അങ്ങോട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ലേബർ കോഡ് പാസ്സാക്കുന്നതിന് മുൻപുള്ള അവകാശങ്ങൾ ലേബർ കോഡ് പാസ്സാക്കിയതിനു ശേഷം ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. കടുത്ത പ്രതിഷേധം എല്ലാ തൊഴിലാളി വിഭാഗങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഇത് തൊഴിലാളി വിഭാഗങ്ങളിൽ മാത്രം ഉയരേണ്ട പ്രതിഷേധമല്ല, നാളെ തൊഴിലെടുത്ത് ജീവിക്കേണ്ട എല്ലാവരിലും ഉയരേണ്ട പ്രതിഷേധമാണ്. ഈ നാടിന്റെ പ്രതിഷേധമായി മാറേണ്ടി ഒന്നാണ്. നമ്മുടെ യുവതയും ഏറ്റവും ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വിഷയമായിട്ട് തന്നെയാണ് ഇത് നിൽക്കുന്നത്. അതിശക്തമായ എതിർപ്പ് ഇതിനെതിരെ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ ചിത്രം നോക്കിയാൽ ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു രാഷ്ട്രമായി നമ്മുടെ രാഷ്ട്രം മാറിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ദരിദ്രർ ഇന്ത്യ രാജ്യത്തിനകത്താണുള്ളത്. ഇന്ത്യ രാജ്യത്തെ ലോകത്തിനൊരു പട്ടിക തയ്യാറാക്കിയാൽ അവസാന ഭാഗത്താണ് നമുക്ക് കാണാൻ കഴിയുക. അത് കഴിഞ്ഞാൽ ഏതാനും രാഷ്ട്രങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രമാത്രം കൊടും പട്ടിണി നമ്മുടെ രാജ്യത്ത് വിളയാടുകയാണ്. ഇവിടെ നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യമാണ് രാജ്യത്താകെയും ചിന്തിക്കരുത്. ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്?
എല്ലാറ്റിനും ഇടയാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് നയമാണ്. ആ നയം പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്നതാണ്, അതിസമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്നതാണ്. കോർപ്പറേറ്റുകൾക്കാണ് എല്ലാ പിന്തുണയും, അതേസമയം പാവപ്പെട്ടവർക്കെതിരെയാണ്. കോർപ്പറേറ്റുകളുടെ വായ്പ, കോർപ്പറേറ്റുകൾ എടുത്ത വായ്പ, നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് എടുത്ത വായ്പ, അത്തരം വായ്പകൾ കൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല, അടച്ചു തീർക്കാൻ തയ്യാറല്ല, കുടിശ്ശികയാകുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അത് എഴുതിത്തള്ളുകയാണ്. എഴുതിത്തള്ളുന്നതിന് അവർക്ക് മടിയില്ല. ലക്ഷക്കണക്കിൽ കോടി രൂപയാണ് എഴുതിത്തള്ളുന്നത്. ഇവിടെ ചെറിയ കാശ് വായ്പയെടുത്ത സാധാരണ ഒരു കൃഷിക്കാരൻ അതടച്ചില്ലെങ്കിൽ ജപ്തിയാണ് നേരിടുന്നത്. അവിടെയാണ് കോർപ്പറേറ്റുകളുടെ ലക്ഷക്കണക്കിൽ കോടി രൂപ കുടിശ്ശിക എഴുതിത്തള്ളാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കുന്നത്. അതൊരു ഭാഗം. അതേസമയം ലക്ഷക്കണക്കിൽ കോടി രൂപ മറ്റ് ആനുകൂല്യങ്ങളായി കോർപ്പറേറ്റുകൾക്ക് നൽകുന്നു. നികുതി ഇളവ് ഒരു ഭാഗത്ത്, അതിനോടൊപ്പം മറ്റാനുകൂല്യങ്ങൾ എല്ലാം നൽകുകയാണ്. എല്ലാം കോർപ്പറേറ്റുകൾക്ക്. ഒരു ഗവൺമെന്റ് എന്ന നിലക്ക് പാവപ്പെട്ടവരെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. പാവപ്പെട്ടവരെ ആ പാവപ്പെട്ട അവസ്ഥയിൽ നിന്ന് മുക്തമാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതിന്റെ ഭാഗമായി ജനങ്ങളാകെ വലിയ പ്രയാസത്തിൽ. ഇതാണ് രാജ്യത്തിന്റെ അവസ്ഥ. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന ഹുങ്കിലാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടന്നത്. നേരത്തെ കർഷക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഒരു ഘട്ടത്തിൽ വലിയ ഇടപെടൽ നടന്നിരുന്നു. അന്ന് കേന്ദ്ര ഗവൺമെന്റിനെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ പിന്നീടും ഇതേ ജനവിരുദ്ധ നയങ്ങൾ തന്നെയാണ് തുറന്നു വന്നത്. ആ നയം അതിശക്തമായി തുറന്നു വരുമ്പോഴാണ് ഈ അടുത്ത കാലത്ത് ഇവിടെ പറഞ്ഞ ജന്തർ മന്ദറിലെ യുവജന പ്രതിഷേധം, പ്രക്ഷോഭം ഉയർന്നു വരുന്നത്. ആ പ്രക്ഷോഭം രാജ്യത്തിൻ്റെ മുന്നിൽ ഒരു ആശാദീപമായി നിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ യുവത എങ്ങനെയെല്ലാം ഇടപെടുമെന്ന് ആ പ്രക്ഷോഭത്തിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞു. ആ പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ അതിൽ ഫലപ്രദമായി ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ്. അവിടെയും ഒരു പ്രത്യേകത ശ്രദ്ധിക്കണം. ആദ്യഘട്ടത്തിൽ ആ പ്രക്ഷോഭം നടക്കുമ്പോൾ ആ പ്രക്ഷോഭത്തെ തള്ളിപ്പറയാനായിരുന്നു കോൺഗ്രസിന് താല്പര്യം. പരസ്യമായി തള്ളിപ്പറഞ്ഞു. പിന്നീട് പ്രക്ഷോഭം അതിശക്തമായി, എല്ലാവരുടെയും പിന്തുണയോടെ ആ പ്രക്ഷോഭം കൂടുതൽ ശക്തമായി. ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളെല്ലാം അതിശക്തമായി അതിൻ്റെ ഭാഗമായി മാറി. രാജ്യം മുഴുവൻ അതിൻ്റെ ഭാഗമാകുന്നുവെന്ന് കണ്ടപ്പോഴാണ് അവര് ഇതിനെ അനുകൂലിച്ച് വരാൻ തയ്യാറായത്. ആ തയ്യാറായത് നല്ല കാര്യം തന്നെ, അതിന് നമ്മൾ തള്ളിപ്പറയുന്നില്ല. പക്ഷേ ആദ്യം ഈ സമീപനമാണ് സ്വീകരിച്ചത് എന്നത് നമ്മുടെ മനസ്സിലുണ്ടാവണം. നല്ല രീതിയിലുള്ള ഇടപെടൽ യുവാക്കളുടെ ഭാഗത്തുണ്ടായി. ഇത് രാജ്യത്ത് വലിയ പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ്. അതിലേറ്റവും നല്ല പങ്കാളിത്തം DYFIക്കും SFIക്കും വഹിക്കാൻ കഴിഞ്ഞു എന്നതും നമുക്ക് കാണാവുന്ന കാര്യമാണ്. അത്തരം പോരാട്ടങ്ങൾ ഇനിയും നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ തരത്തിലുള്ള ജനവിരുദ്ധ നടപടികളെ തിരുത്തിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഇടപെടലുകളിലൂടെ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് തീർത്തും വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഈ കഴിഞ്ഞ 3 മാസ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് നാം ഗൗരവമായി തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അത് ചില പ്രശ്നങ്ങൾ അതീവ ഗൗരവമായി തന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലൊന്നാണ് RSSന്റെ അജണ്ട അതേപോലെ അംഗീകരിക്കുന്നു എന്ന കാര്യം. വന്ദേമാതര പ്രശ്നം അതിലൊന്നാണ്. ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ വേളയിൽ RSS വേദികളിൽ വന്ദേമാതരം ചൊല്ലുന്ന അതേ രീതിയിൽ മുഴുവൻ ആ വന്ദേമാതരവും ചൊല്ലുന്ന നിലയാണുണ്ടായത്. നമ്മുടെ രാജ്യം അംഗീകരിച്ചത് ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം ചൊല്ലുക എന്നുള്ളതാണ്. ബാക്കി ചരണങ്ങൾ
മതനിരപേക്ഷതയ്ക്ക് ചേർന്നതല്ല. രാജ്യം വ്യത്യസ്ത മതവിഭാഗങ്ങളുള്ളതാണ്. അവർക്കെല്ലാവർക്കും അംഗീകരിക്കുന്ന ഭാഗമേ ഒരു രാജ്യത്തിൻ്റെ ഗാനമായി വന്നുകൂടൂ. അതിന് വ്യത്യസ്തമായ ഭാഗങ്ങളാണ് ഈ രണ്ട് ചരണങ്ങൾ കഴിഞ്ഞാലുള്ളത്. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ രാജേന്ദ്ര പ്രസാദ് തന്നെ ഈ രണ്ട് ചരണങ്ങളെ ചൊല്ലേണ്ടതുള്ളൂ എന്ന് നിശ്ചയിച്ചത്. അത് നിലനിൽക്കുകയാണ്. കോൺഗ്രസ് അംഗീകരിച്ചതാണ്, കോൺഗ്രസിൻ്റെ നയമതാണ്. പക്ഷേ ഇവിടെ ഗവൺമെൻറ് സത്യപ്രതിജ്ഞാവേളയിൽ ആ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ചൊല്ലി. കടുത്ത വിമർശനം ഉയർന്നു വന്നു. ഇപ്പോഴോ ആഗസ്റ്റ് 15 നാം കാണേണ്ടത് ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനം മാത്രമാണ് വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലണമെന്ന് പറഞ്ഞ് സർക്കുലർ അയച്ചത്. അത് കേരളത്തിലെ സർക്കാരാണ്. വലിയ വിമർശനത്തിലൂടെ ഉയർന്നു വന്നു, അതിശക്തമായ എതിർപ്പ് ഉയർന്നു വന്നു. അപ്പോ ആഗസ്റ്റ് 15 വന്ദേ മാതരം ചൊല്ലുന്നത് ഒഴിവാക്കി. അതാണ് ഇവിടെ സംഭവിച്ചത്. എന്നാൽ കോൺഗ്രസിന്റെ നയം എന്താണ്? ആഗസ്റ്റ് 15 കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനത്ത് വന്ദേ മാതരം അവരുടെ എല്ലാ നേതാക്കളെയും നിർത്തിക്കൊണ്ട് തന്നെ ചൊല്ലുന്നത് നമ്മളെല്ലാവരും കേട്ടു. പൂർണ്ണമായി ചൊല്ലി. കോൺഗ്രസ് നയം ആദ്യത്തെ 2 ചരണം മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ 3 സംസ്ഥാനങ്ങൾ ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന, ഈ 3ഇടത്തും പൂർണ്ണമായി ചൊല്ലി. എന്താണത് കാണിക്കുന്നത്? കോൺഗ്രസിന്റെ നയമാണ് കാണിക്കുന്നത്. എത്രമാത്രം RSSന്റെ അജണ്ടക്കനുസരിച്ച് നീങ്ങുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇതൊരു ഭാഗം. മറ്റൊരു ഭാഗം, നമ്മുടെ രാജ്യത്ത് വഖഫ് ഭേദഗതി നിയമം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കൊണ്ടുവന്നു. നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത മതങ്ങളുണ്ട്. ആ മതങ്ങൾക്ക് ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. ഓരോ മതത്തിൻ്റെയും സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന സംവിധാനം ആ മതത്തിൽപ്പെട്ടവരടങ്ങുന്നതാണ്. പക്ഷേ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുകയാണ് ആ നിയമത്തിലൂടെ. മുസ്ലിങ്ങളുടെ കാര്യത്തിൽ വഖഫ് നിയമം, ഇപ്പോൾ വഖഫ് ബോർഡുണ്ട്. ആ വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങൾ ഉണ്ടാവണം എന്നാണ് ഭേദഗതിയായിട്ട് കൊണ്ടുവന്നത്. ഇടതുപക്ഷം ശക്തമായി എതിർത്തു, എല്ലാവരും എതിർത്തു, എല്ലാവരും അതിനെ എതിർക്കാൻ തയ്യാറായി. രാജ്യത്താകെ എതിർപ്പ് ഉയർന്നു വന്നു. പക്ഷെ ബില്ല് അവർ പാസ്സാക്കി, നിയമമായി. കേരള നിയമസഭ അന്ന് LDF ആണ് ഗവൺമെന്റ്, ഏകണ്ഠമായി ഒരു പ്രമേയം അംഗീകരിച്ചു, അത് എതിർത്തുകൊണ്ട്. മാത്രമല്ല ആ ബില്ലിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി. അപ്പോഴാണ് ഇവിടെയുള്ള വഖഫ് ബോർഡിന്റെ കാലാവധി തീരുന്നത്. ആ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. പുനഃസംഘടിപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചു. നിയമം അനുസരിച്ച് 2 അമുസ്ലിങ്ങൾ കൂടി വേണം. അത് അംഗീകരിക്കാത്ത LDF ആ 2 അമുസ്ലിങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള ബോർഡ് രൂപീകരിച്ചു. ഒരു കുഴപ്പമില്ല, ബോർഡിന് കോറമുണ്ട്, ബോർഡിന് തീരുമാനമെടുക്കാം. ആ ബോർഡ് പ്രവർത്തിച്ചു വരികയാണ്. ആ ബോർഡിനെതിരെ കോടതിയിൽ ഹർജി പോയി, ഹൈക്കോടതിയിൽ. അപ്പോഴേക്ക് LDF ഗവൺമെന്റ് മാറി, UDF ഗവൺമെന്റ് വന്നു. UDF ഗവൺമെന്റ് കോടതിയിൽ അങ്ങോട്ട് പോയി പറയാണ്, ഈ 2 അമുസ്ലിങ്ങളെ ഒഴിവാക്കി ബോർഡ് രൂപീകരിച്ചത് ശരിയല്ല, 2 അമുസ്ലിങ്ങൾ കൂടി ഉൾപ്പെടുന്ന ബോർഡാണ് വേണ്ടത്. ഈ ബോർഡ് പിരിച്ചുവിട്ട് ഞങ്ങൾ ഈ 2 അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ബോർഡ് രൂപീകരിക്കുക. എന്താണ് RSS അതിൻ്റെ നിന്നുള്ള വ്യത്യാസം? ഇത് ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രിയാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. അവരടക്കമാണ് ഈ വഞ്ചന കാണിക്കുന്നത്. അതിശക്തമായ എതിർപ്പ് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു. ഇപ്പോ
ചെറിയൊരു ചുവടുമാറ്റം. സുപ്രീം കോടതിയിലെ കേസിന്റെ വിധി വരട്ടെ എന്ന്. സുപ്രീം കോടതിയിലെ കേസിന്റെ വിധി വരട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരുന്നാൽ പോരാ. സുപ്രീം കോടതിയിലെ കേസ് കൃത്യമായി നടത്തണം. അവിടെ LDF ഗവൺമെന്റ് കൊടുത്ത കേസാണ്, അത് കൃത്യമായി വാദിക്കണം. ഈ നിയമം ശരിയല്ല എന്ന് വാദിക്കണം. നേരത്തെ സ്വീകരിച്ച നിലപാടിനനുസൃതമായി സുപ്രീം കോടതിയിൽ നിന്ന് ആ 2 അമുസ്ലിങ്ങൾ കൂടി ഉൾപ്പെട്ട ബോർഡാണ് നിങ്ങൾ രൂപീകരിക്കേണ്ടത് എന്ന വിധി സമ്പാദിക്കാനല്ല നോക്കേണ്ടത്. ശക്തമായി അത് എതിർക്കാൻ തയ്യാറാകുന്ന നിലപാട് സ്വീകരിക്കണം. തയ്യാറാകുമോ? അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയോ? അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. എന്താണ് നില? ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്ഥിതി. ഓരോ കാര്യത്തിലും RSS അജണ്ടക്കനുസരിച്ച് നീങ്ങുന്നു. ഇവിടെ PMC, ഞങ്ങള് ഭരണത്തിൽ വന്നാൽ PMC അറബിക്കടലെറിയുമെന്ന് പറഞ്ഞവരായിരുന്നു. LDF സർക്കാരിന്റെ കാലത്ത് PMC നടപ്പാക്കിയില്ല. PMC നടപ്പാക്കാത്തത് കൊണ്ട് ഒരു കുഴപ്പവും ഇവിടെയില്ല. വിദ്യാഭ്യാസ രംഗം സ്മൂത്തായി പോകുന്നുണ്ട്. എന്തേ ഇപ്പോൾ ഇവരെ PMC നടപ്പാക്കാൻ വേണ്ടി നിധിപ്പെടുന്നത്? RSS അജണ്ട അനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം നടക്കണം. ആ കാവ്യവൽക്കരണത്തിന് അനുകൂലമായ നിലപാടിലേക്കാണ് ഗവൺമെന്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് മുഖ്യമന്ത്രി അടക്കം നേതൃത്വം കൊടുക്കുന്നത്. RSS കാവ്യവൽക്കരണം ഇവിടെ മാത്രമാണോ? ആ കാവ്യവൽക്കരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നടക്കുകയല്ലേ? കണ്ടില്ലേ? ഗാന്ധിജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഗവർണർ നിയമിക്കുന്നു. ആരെയാ? RSS നോമിനിയെ. അവിടെ നിർത്തിയോ? അവിടെ 13 RSSകാരെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. എന്താണിതൊക്കെ? എത്ര കണ്ട് തെറ്റായ നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരക്ഷരം അതിനെതിരെ സംസാരിക്കാൻ തയ്യാറായോ? ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾ നോക്കണം. കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയില് ഒരു കുട്ടികളൊരു പ്രതീകാത്മകമായ പ്രതിഷേധം നടത്തി. അവിടെ എന്തോ സ്റ്റേജിൻ്റെ ലൈറ്റോ മറ്റോ ഇല്ലാതെ കുറെ കാലമായി. അതിനെ കുട്ടികളുടേതായ രൂപത്തിൽ ഒരു പരിപാടി അവതരിപ്പിച്ചു. ഉടനെ അത് അവിടുത്തെ VC-ക്കെതിരെയുള്ള നടപടിയാണ്, VC-യുടെ ശവസംസ്കാരം നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ടായി ആക്ഷേപം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ തന്നെ ആ പരിപാടി ചില ചാനലുകളെല്ലാം സംപ്രേഷണം ചെയ്യുന്ന നിലയുണ്ടായി. എന്താണ് നാട് കാണുന്ന നിലയുണ്ടായി. അതിന് വൈസ് ചാൻസലർക്കെതിരെ ഒരു കാര്യമില്ല. അപ്പൊ എത്രമാത്രം വസ്തുതാവിരുദ്ധമായ കാര്യം പറയുന്ന ഒരു വ്യക്തിയാണ് ഈ വൈസ് ചാൻസലർ എന്ന് ആലോചിച്ച് നോക്കൂ. എത്ര RSS താല്പര്യമാണ് അതിന് വരുന്നത്? എത്ര കടുത്ത ഇടതുപക്ഷ വിരോധമാണ് അതിൽ വരുന്നത്? എത്ര കടുത്ത വിദ്യാർത്ഥി വിരോധമാണ് അതിൽ വരുന്നത്? ഉടനെ ഗവർണർ DGPയെ വിളിച്ചു വരുത്തുന്നു. DGPക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തണോ? ക്രൈം ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി കൊടുക്കുന്നു. ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ? അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറായോ? LDF ഗവൺമെന്റിന്റെ കാലത്ത് ഗവർണർ അങ്ങനെ ഇടപെട്ട ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഞങ്ങൾ ശക്തമായി അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്, ശക്തമായി ഇടപെട്ടിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്, പരസ്യമായി ആക്ഷേപിച്ചിട്ടുണ്ട്. എന്തേ അനങ്ങാത്തത്? ഇപ്പൊ എവിടെയെത്തി? ഇന്നലെ PSCയുടെ സെക്രട്ടറിയെ വിളിച്ചു എന്നാണ് കേൾക്കുന്നത് ഗവർണർക്ക് എവിടുന്നാണ് ഇതിന് അധികാരം? ഇവിടെ ഗവൺമെന്റ് ആണല്ലോ ഭരണം നടത്തേണ്ടത്. അപ്പൊ BJPയുടെ RSSന്റെ ഭരണം ഇവിടെ ഇല്ലെങ്കിലും ഇവരിലൂടെ അവരുടെ ഭരണം നടത്താൻ പറ്റും. അപ്പൊ ഗവർണർ ഉപയോഗിച്ച ഭരണം നടത്താം എന്നൊക്കെയുള്ള തരത്തിലെ കാര്യങ്ങൾ മാറുന്നു. കേരളത്തെ മാറ്റിമറിക്കാൻ നോക്കുകയാണ്. ഈ ആപത്ത് ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഞാൻ കൂടുതൽ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല, പോയാൽ കുറെ സമയം എടുത്തു പോകുന്നതുകൊണ്ട്. ഇത് വലിയ ആപത്താണ്. ഈ ആപത്തിനെതിരെ
നാം നല്ല രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറാവണം. ഇത്തരം കാര്യങ്ങൾ യുവത അതീവ ഗൗരവമായിട്ടെടുക്കണം. നല്ല രീതിയിൽ പ്രതികരണം അതിനെതിരായിട്ട് വരണം. നമ്മുടെ സംസ്ഥാനത്തെ പൊതുധാരയിൽ നിന്ന് മാറ്റാനുള്ള, സംസ്ഥാനത്തിൻ്റെ ഇതേവരെയുള്ള തുടർച്ചയിൽ നിന്ന് സംസ്ഥാനത്തെ പൂർണ്ണമായി മറ്റൊരു രീതിയിലേക്ക് മാറ്റി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനെതിരെ വലിയ തോതിലുള്ള ഇടപെടൽ യുവതയുടെ ഭാഗത്തുണ്ടാവണം. അതിൽ ഡിവൈഎഫ്ഐ എന്ന തരത്തിൽ നല്ല നേതൃത്വം അത്തരം കാര്യങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം. കൂടുതൽ സമരോജ്വലമായ അധ്യായങ്ങൾ രചിക്കാൻ ഡിവൈഎഫ്ഐക്ക് ഇനിയുള്ള നാളുകളിൽ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.